ജനലടികളിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ് നിത്യ. കണ്ണിൽ നിന്നും ഒലിച്ചിറങ്ങിയ കണ്ണുനീർ കവിളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അവളുടെ കയ്യിൽ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റുകൾ ഉണ്ടായിരുന്നു. അതിലെ നേർത്ത ചുവന്ന 2 വരകൾ തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. നിത്യയുടെ കൈകൾ വയറിന് മുകളിൽ അറിയാതെ അമർന്നു. അവിടെ ഒരു ജീവൻ തുടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന സത്യം അവളെ സന്തോഷിപ്പിക്കുന്നതിനേക്കാളേറെ ഭയപ്പെടുത്തുകയാണ് ചെയ്തത്. എനിക്കൊരു കുഞ്ഞിൻ്റെ അമ്മയാകാനുള്ള പ്രായമായോ? നിത്യയുടെ ഉള്ളം വീങ്ങി. വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും കുഞ്ഞാവയായി ഒരു ഉത്തരവാദിത്വവും തലയിലേറ്റാതെ വളർന്നവൾ. വിവാഹം കഴിഞ്ഞ് 1 മാസം തികയുമ്പോഴും ദൈവം തന്ന ഈ സമ്മാനം അവൾക്ക് ഒരു ഭാരമായി തോന്നി. കളിക്കൂട്ടുകാരോടൊപ്പം ഓടി നടക്കേണ്ട പ്രായത്തിൽ മറ്റൊരു ജീവനെ പോറ്റേണ്ടി വരുന്നതിൻ്റെ പകപ്പ്. അപ്പുറത്തെ മുറിയിൽ നിന്നും അവളുടെ ഭർത്താവിൻ്റെ ചിരി കേൾക്കാം. അവൻ ഫോണിലൂടെ ആരോടോ താൻ അച്ഛനാകാൻ പോകുന്ന വിവരം പങ്കുവെക്കുകയാണ്. ആ വാക്കുകളിലെ ആവേശം നിത്യയെ കൂടുതൽ തളർത്തി. താൻ അനുഭവിക്കുന്ന ഈ ശ്വാസമുട്ടൽ അവൻ അറിയുന്നില്ലേ? താൻ ഇപ്പോഴും ഒരു കുട്ടി തന്നെയില്ലേ എന്ന് അവൻ എന്താ ചിന്തിക്കാത്തത്? പെട്ടെന്ന് നിത്യ എന്നൊരു വിളിയോടെ അവൻ മുറിയിലേക്ക് കടന്നു വന്നു. അവളുടെ തോളിൽ കൈവച്ച് മെല്ലെ ചേർത്ത് പിടിച്ചു. നമ്മുടെ കുഞ്ഞ്. അവൻ വരുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നു. അവളൊന്നും മിണ്ടിയില്ല. അവൻ്റെ ഭയം കാണുമ്പോൾ അവളൊന്നും മിണ്ടിയില്ല. അവൻ്റെ സന്തോഷം കാണുമ്പോൾ തൻ്റെ ഉള്ളിലെ ഭയം പ്രകടിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ടതും നീ എന്തിനാ കരയുന്നത്? നന്ദൻ പരിഭ്രമത്തോട് ചോദിച്ചു. എനിക്ക് പേടിയാകുന്നു നന്ദേട്ടാ. എനിക്കൊന്നിനും കഴിയില്ലെന്ന് തോന്നുന്നു. നിത്യ ഏങ്ങി കരഞ്ഞു. ആ മുറിയിൽ നിശബ്ദത പടർന്നു. 23 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ ഉള്ളിലെ അഭക്തമായ ഭയവും വരാനിരിക്കുന്ന മാതൃത്വത്തിൻ്റെ ഗൗരവവും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടമായിരുന്നത്. പൂവിടുമ്പോൾ കാറ്റിലുലയുന്ന ഒരു ചെറിയ പൂവിനെ പോലെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം. ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ നിത്യ? പണ്ട് പറമ്പിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ പ്രസവിച്ചേരാ നമ്മുടെ കാരണവന്മാർ. അമ്മായിയുടെ വാക്കുകൾ കേട്ടപ്പോൾ നിത്യയുടെ ഉള്ളിൽ ഒരു കടലിരമ്പി. തമാശ രൂപേണയുള്ള ആ പറച്ചിലുകൾക്കിടയിൽ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിത്യയ്ക്ക് സ്വന്തം പ്രതിബിംബത്തെ കാണാൻ പേടി തോന്നി. വെറും 10 മാസം മുമ്പ് വരെ കാറ്റിൽ പറക്കുന്ന പാവാടയുമായി അച്ഛൻ്റെ കൈ പിടിച്ച് നടന്ന ആ 23-കാരിയല്ല ഇവിടെ നിൽക്കുന്നത്. വിണ്ടുകീറിയ വയറും നീര് വന്ന് വീർത്ത കാലുകളും വിളറിയ മുഖവും. ഇതെൻ്റെ ശരീരമല്ല, അവൾ വിങ്ങലോടെ ഓർത്തു. ഗർഭകാലം തുടങ്ങിയതു മുതൽ നിത്യയുടെ ലോകം മാറി മറിഞ്ഞു. തലകറക്കവും ഛർദിയും കാരണം ആഹാരം കഴിക്കാൻ പോലുമാകാതെ അവൾ തളർന്നു. ഒരടി വെക്കാൻ പോലും വയ്യാത്ത അത്രയും അവശത. ശരീരം മുഴുവൻ വേദന. എല്ലുകൾ നുറുങ്ങുന്നതിനിടയിൽ ആ വേദനകൾക്കിടയിലും ഉള്ളിൽ വളരുന്ന ജീവനെക്കുറിച്ച് ഓർക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. നിത്യ, ഇത്തിരി കഞ്ഞി കുടിക്ക്. അമ്മ സ്നേഹത്തോട് വിളിച്ചപ്പോൾ അവൾക്ക് ദേഷ്യമാണ് വന്നത്. എനിക്കൊന്നും വേണ്ട അമ്മ, എനിക്ക് ഉറങ്ങണം. അവൾ മുഖം തിരിച്ചു കിടന്നു. അവൾക്ക് വേണ്ടത് ഒരു അമ്മയുടെ സ്നേഹമായിരുന്നില്ല, മറിച്ച് ഈ നരകയാതനയിൽ നിന്നുള്ള മോചനമായിരുന്നു. പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പണ്ട് മഴ നനയാൻ ഓടി നടന്നിരുന്നവൾ ഇപ്പോൾ ജനൽവാതിലൂടെ നോക്കാൻ പോലും വയ്യാതെ കിടക്കുന്നു. തനിക്കൊപ്പം നിൽക്കുന്നവൻ എന്ത് സന്തോഷത്തിലാണ്. അവൻ കുഞ്ഞിനായി ഓരോ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു, പേരാലോചിക്കുന്നു. പക്ഷേ നിത്യയുടെ മനസ്സ് മുഴുവൻ ഭയമായിരുന്നു. ഈ ശരീരം എനിക്ക് തിരിച്ചു കിട്ടുമോ? അവൾ തന്നോട് തന്നെ ചോദിച്ചു. ഓരോ ദിവസവും വയർ വലുതാവുമ്പോൾ അവൾക്ക് തന്നോടുള്ള വെറുപ്പ് കൂടി വന്നു. ഉള്ളിൽ അനങ്ങുന്ന കുഞ്ഞിനെ അവളൊരു ശത്രുവിനെ പോലെ കണ്ടു. തൻ്റെ സൗന്ദര്യവും യൗവനവും സന്തോഷവും എല്ലാം കവർന്നെടുത്തൊരു ശത്രു. ഒരു ദിവസം വേദന സഹിക്കാനാകാതെ അവൾ നിലവിളിച്ചു. എനിക്ക് കുഞ്ഞിനെ വേണ്ട, എനിക്ക് പഴയതുപോലെ ആകണം. അവളുടെ നിലവിളി കേട്ട് എല്ലാവരും ഓടിക്കൂടി. അമ്മായിമാർ പരസ്പരം നോക്കി. ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ നിത്യ, നീ പേടിക്കാതെ. അവരുടെ ആശ്വാസവാക്കുകൾ അവൾക്കൊരു പരിഹാസമായി തന്നെ തോന്നി. നിങ്ങൾക്കാർക്കും എൻ്റെ വേദന അറിയില്ല, അവൾ മനസ്സിൽ പറഞ്ഞു. ഈ 9 മാസവും അവൾ അനുഭവിച്ചതൊരു വലിയ യുദ്ധമായിരുന്നു. താനും തൻ്റെ ശരീരവും തമ്മിലുള്ളൊരു യുദ്ധം. തൻ്റെ വയറിനുള്ളിൽ നടക്കുന്നത് ഒരു യുദ്ധമാണെന്ന് ആരോടും പറയാനാകാതെ അവൾ തളർന്നിരുന്നു. വിവാഹം കഴിഞ്ഞ് 1 മാസം തികയുമ്പോഴേക്കും ഗർഭിണിയായ നിത്യയ്ക്ക് തൻ്റെ ശരീരം തന്നിൽ നിന്നും വിട്ടുപോകുന്നത് പോലെ തോന്നി.
കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന ആ 23 വയസ്സുകാരിക്ക് ഇപ്പോഴും അച്ഛൻ കൊണ്ടുവരുന്ന മിഠായി പൊതികൾക്കായി കാത്തിരിക്കുന്ന കുഞ്ഞിന്റെ മനസ്സായിരുന്നു. ദിവസങ്ങൾ കഴിയും തോറും നിത്യയുടെ ശരീരം അവൾക്ക് താങ്ങാൻ കഴിയാത്ത ഭാരമായി മാറി. വീർത്ത കാലുകളും ശ്വാസം മുട്ടിക്കുന്ന രാത്രികളും അവളെ തളർത്തി. 23 വയസ്സുകാരിയായ പെൺകുട്ടിക്ക് തൻ്റെ പഴയ പ്രസരിപ്പുള്ള ശരീരം ഒരു സ്വപ്നമായി മാത്രം മാറി. എനിക്ക് വയ്യ, ഇനി ഒന്ന് കൊന്നു തരുമോ? വേദന കൊണ്ട് പുളയുമ്പോൾ അവൾ കരഞ്ഞു. സാധാരണ പ്രസവത്തിനായി മണിക്കൂറുകളോളം അവൾ ലേബർ റൂമിൽ വേദന തന്നു. എല്ലുകൾ ഓരോന്നായി വേർപെടുന്നത് പോലെയുള്ള ആ തീവ്രതയിൽ അവളുടെ ബോധം മറഞ്ഞു വീണു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് താഴ്ന്നു എന്നറിഞ്ഞപ്പോൾ ഡോക്ടർമാർ തിരക്കിട്ട് സിസേറിയന് തീരുമാനിച്ചു. നിധി പേടിക്കണ്ട, ഞാൻ ഇവിടെയുണ്ട്. തിയേറ്ററുകളിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ അവളുടെ വിറയ്ക്കുന്ന കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് നന്ദൻ പറഞ്ഞു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പുറമെ സന്തോഷം നടിപ്പിച്ചിരുന്നെങ്കിലും അവൾ അനുഭവിക്കുന്ന ഓരോ തുള്ളി വേദനയും അവനെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു. മരവിക്കാത്ത മനസ്സിന്റെ പാതിയുമായി ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുമ്പോൾ നിത്യ കണ്ടത് വെളുത്ത ലൈറ്റുകൾ മാത്രമാണ്. വയറുകൾ കീറി മുറിക്കുന്നതും ഉള്ളിൽ നിന്ന് എന്തോ വലിച്ചെടുക്കുന്നതുമായ വിചിത്രമായ അനുഭവം അവളെ ഭയപ്പെടുത്തി. ശരീരം മരവിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും അറിയുന്നില്ല എങ്കിലും ഉള്ളിലെ കൊച്ചുകുട്ടി ഭയത്താൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ബോധം തിരിച്ചു കിട്ടുമ്പോൾ വയറിലെ തുന്നലുകൾ തീ തുപ്പുന്നത് പോലെ നീറുന്നുണ്ടായിരുന്നു. കൈകാലുകൾ അനക്കാൻ പോലുമാകാതെ അവൾ ഒരു ജീവചവം പോലെ കിടന്നു. പണ്ടൊന്ന് വീണാൽ പോലും ലോകം അവസാനിച്ചു എന്ന് കരുതി കരഞ്ഞിരുന്നവൾ ഇന്നൊരു വലിയ മുറിവുമായി നിശബ്ദമായി കിടക്കുകയാണ്. വാർഡിലേക്ക് മാറ്റിയപ്പോൾ നന്ദൻ അവളുടെ അരികിലെത്തി. അവൻ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. എന്നിട്ട്, സോറി നിത്യ, നിന്നെ ഇത്രയും വേദനിപ്പിക്കേണ്ടി വന്നതിന്. അവന്റെ വാക്കുകളിലെ വിങ്ങൽ കണ്ടപ്പോൾ നിത്യയുടെ ഉള്ളിലെ ദേഷ്യം അലിഞ്ഞുപോയി. തൻ്റെ ശരീരം പഴയത് പോലെ ആകില്ലെങ്കിലും വയറിലെ തഴമ്പെന്നും അവശേഷിക്കുമെന്നും അവൾക്കറിയാം. എങ്കിലും തൻ്റെ വേദനയെ തമാശയാക്കാതെ അതിൻ്റെ തീവ്രത ഉൾക്കൊണ്ട് കൂടെ നിൽക്കുന്ന ആ ഒരാളുണ്ടല്ലോ എന്ന തിരിച്ചറിവ് അവൾക്ക് വലിയൊരു ആശ്വാസമായി. അരികിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കി അവൾ കണ്ണുകൾ അടച്ചു. ആ കൊച്ചു പെൺകുട്ടി പതുക്കെ ഒരമ്മയായി മാറുകയായിരുന്നു. വേദനയുടെയും മുറിവുകളുടെയും വലിയൊരു പാഠപുസ്തകത്തിലൂടെ. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. ഇത് ശരിക്കും എൻ്റെ ഒരു അഭിപ്രായമാണ്. അഖിൽ മാരാർ എന്ന് പറഞ്ഞൊരു വ്യക്തി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസ്താവന അയാൾ ഉന്നയിച്ചു. അതിനെ എനിക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അയാൾ പറയുന്നത് പോലെ പ്രസവം അത്ര ഈസിയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഒട്ടും റെഡിയാവാതിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഗർഭിണിയാകുമ്പോൾ അവൾക്ക് തൻ്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെ അംഗീകരിക്കാൻ പറ്റണമെന്നില്ല. പലർക്കും പല രീതിയിലാണ്. അവള് ഒരു അമ്മയാകുന്നത് വരെ എല്ലാവരും ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ നല്ലൊരു അമ്മയാകാനുള്ളത് അങ്ങനൊന്നും ആകണമെന്നില്ല. പലർക്കും പല രീതിയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു ശാസ്ത്രീയ വശങ്ങൾ പറഞ്ഞു തരട്ടെ. മാട്രിസെൻസ്, ഒരു സ്ത്രീ ശാരീരികമായി പ്രസവിക്കുന്നതിനോടൊപ്പം തന്നെ മാനസികമായി ഒരു അമ്മയായി മാറുന്ന പ്രക്രിയയാണിത്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ തലച്ചോറിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും പകരം കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന രീതിയിലേക്ക് തലച്ചോറിനെ ഗ്രേ മാറ്റർ പുനഃക്രമീകരിക്കപ്പെടുന്നു. ഈ മാറ്റം പെട്ടെന്നുണ്ടാകുമ്പോൾ അത് ഭയത്തിനും ഉത്കണ്ഠയ്ക്കും കാരണമാകുന്നു. പിന്നെ ആൾ സിസേറിയനെ പറ്റി പറഞ്ഞു. ചുമ്മാ ചെന്ന് ഗർഭിണിയായി ചെല്ലുമ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ട് കയറി കിടക്കും, ഇനി നിങ്ങൾ സിസേറിയൻ ചെയ്താൽ മതി, നോർമൽ ഡെലിവറി ചെയ്യേണ്ട, അങ്ങനെയൊന്നും പറയില്ല. അതിനും ഒരു കാര്യമുണ്ട്. ഈ ശസ്ത്രക്രിയയിൽ ഉദരത്തിലെ പേശികളും ഗർഭപാത്രവുമുള്ള 7 പാളികളാണ് മുറിക്കുന്നത്. പ്രസവശേഷം ശരീരം പഴയപടിയാകാൻ മാസങ്ങളെടുക്കും. മുറിവിനേക്കാൾ ഉപരി ശരീരം കീറി മുറിക്കപ്പെട്ടു എന്ന ചിന്ത ആ വ്യക്തിയിൽ മാനസികമായ ആഘാതവും ഉണ്ടായേക്കാം. എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തെ മുറിക്കാൻ ചാടി ചെന്നിട്ട് എനിക്ക് നോർമൽ വേണ്ട അല്ലെങ്കിൽ എനിക്ക് സിസേറിയൻ വേണമെന്ന് പറയുന്ന പെൺകുട്ടികളുമില്ല, നോർമൽ വേണ്ട നീ സിസേറിയൻ ചെയ്താൽ മതി എന്ന് പറയുന്ന ഡോക്ടേഴ്സുമില്ല. പിന്നെയുള്ളത് ഹോർമോൺ വ്യതിയാനങ്ങളും അവശതകളും. ഇത് മനസ്സിനെ വല്ലാതെ തളർത്തും. ഇതിനെ ബേബി ബ്ലൂ എന്ന് പറയുന്നു. അമിതമായ ക്ഷീണം, കാര്യമില്ലാതെ കരയുക, കുഞ്ഞിനോട് അടുപ്പം തോന്നാതിരിക്കുക എന്നിവ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇത് അവളുടെ കുറ്റമല്ല, മറിച്ച് ശരീരത്തിലെ രാസമാറ്റങ്ങളുടെ ഫലമാണ്. പിന്നെ ആളുകൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്.
ഈ വേദന എന്ന് പറയുന്നത് തുല്യമല്ല. ഓരോ സ്ത്രീകളിലെയും വേദന സഹിക്കാനുള്ള ശേഷിയും സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. ചിലപ്പോൾ ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്ക് ഭയങ്കരമായിരിക്കാം, പക്ഷേ എനിക്ക് അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീ ആ വേദനയെ ചിലപ്പോൾ അവൾ അതിനെ സഹിച്ചെന്നുമിരിക്കാം. ഓക്കെ, പഴയവർ പറയത്തില്ലേ, പണ്ട് പറമ്പിൽ പ്രസവിച്ചു, നെല്ല് കുത്തുമ്പോൾ പ്രസവിച്ചു, അതവർ എൻജോയ് ചെയ്ത കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള. ഇത് വെറും പൊട്ടത്തരം മാത്രമാണ്. പിന്നെ ഈ ഹോസ്പിറ്റലിനെ പറ്റി പറഞ്ഞതിൽ, ഈ നമ്മൾക്ക് പെട്ടെന്ന് ഈ അടിയന്തരമായ കുറേ സാഹചര്യങ്ങൾ പ്രഗ്നൻസിയിലുണ്ടാവും. പ്രസവം എപ്പോൾ വേണമെങ്കിലും സങ്കീർണമാകാൻ സാധ്യതയുള്ളൊരു പ്രക്രിയയാണ്. അതിലേറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് രക്തസ്രാവമാണ്. പ്രസവശേഷം അമ്മമാർക്കുണ്ടാകുന്ന അമിത രക്തസ്രാവം മരണത്തിന് വരെ കാരണമായേക്കാം. ഇത് നിയന്ത്രിക്കാനുള്ള മരുന്നുകളും സൗകര്യങ്ങളും ആശുപത്രിയിൽ മാത്രമേ ഉണ്ടാകൂ. പിന്നെ ഈ സിസേറിയൻ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം, സാധാരണ പ്രസവത്തിന് ശ്രമിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് കുറയുകയോ മറ്റോ ചെയ്താൽ മിനിറ്റുകൾക്കുള്ളിൽ ശസ്ത്രക്രിയ നടത്താൻ ആശുപത്രിയിലെ സൗകര്യം ആവശ്യമാണ്. 2. അണുബാധ തടയുക. പ്രസവ സമയത്ത് അമ്മയുടെ ശരീരത്തിലെ മുറിവുകളിലൂടെയും ഗർഭപാത്രത്തിലൂടെയും അണുബാധയുണ്ടാകാൻ സാധ്യതയുണ്ട്. ആശുപത്രിയിലെ അണുവിക്തമായ സാഹചര്യവും ഉപകരണങ്ങളും ഇത്തരം അണുബാധകളിൽ നിന്ന് അമ്മയെയും കുഞ്ഞിനെയും സംരക്ഷിക്കുന്നു. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ചുമ്മാ അങ്ങോട്ട് കയറി ചെന്ന് അവർ നമ്മളുടെ കാശ് ഊറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതല്ല. നമ്മളുടെ ജീവനും കുഞ്ഞിൻ്റെ ജീവനും തിരിച്ചു കിട്ടാൻ അവർ ഒരുപാട് നോക്കും. അടുത്തത് കുഞ്ഞിൻ്റെ സുരക്ഷ. ജനിച്ച ഉടനെ കുഞ്ഞിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ ഉടൻ തന്നെ ഓക്സിജൻ നൽകാനോ പിന്നെ സൗകര്യം ഉപയോഗിക്കാനോ നവജാത ശിശുക്കൾക്കുള്ള തീവ്ര പരിചരണ വിഭാഗം ഉപയോഗിക്കാൻ ആശുപത്രിയിൽ സാധിക്കും. അതെന്ന് വെച്ചാൽ ജനിച്ച ഉടനെ മരിച്ചു പോകുന്ന പല കുട്ടികളുണ്ട്. പണ്ടത്തെ നമ്മുടെ കണക്കനുസരിച്ച് നോക്കാം, ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അതിന് ഒരുപാട് മാറ്റം വന്നതിൻ്റെ റീസണും ഇത് തന്നെയാണ്. ഈ പറഞ്ഞ ആ വ്യക്തി പറയുന്നത് പോലെ ഗർഭകാലം ഭയങ്കര എൻജോയ് ചെയ്ത് ആക്കുന്ന സ്ത്രീകളുണ്ടായിരിക്കാം. എനിക്ക് പേഴ്സണലി അറിയില്ല. എൻ്റെ ഗർഭകാലം എന്നെ സംബന്ധിച്ചോളം ഭയങ്കര കോംപ്ലിക്കേഷനായിരുന്നു. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പം തന്നെ എനിക്ക് ഒരു കുഞ്ഞിൻ്റെ അമ്മയാകും എന്നതിനേക്കാളും എന്നെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തത് എൻ്റെ ശരീരത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, എൻ്റെ മൂഡ് സ്വിങ്സ്, അങ്ങനെ പല കാര്യങ്ങളായിരുന്നു. അന്ന് ഞാനൊരു അമ്മയാകാൻ പോവുകയാണ്, അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല. ഒരു പക്ഷേ അത് തെറ്റായിരിക്കാം, എനിക്കറിയില്ലായിരുന്നു. പ്രസവത്തിന് കയറുന്ന സമയത്ത് മരിച്ചു, ആ ഒരു ഭയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അതൊരു നോർമലാണ്. ചുമ്മാ നമ്മുടെ വായിൽ വരുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി പറഞ്ഞതിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ചെറിയൊരു സ്റ്റോറി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന മെയിൻ റീസൺ, നമ്മളുടെ ഫാമിലിയിൽ തന്നെ ഒരുപാട് ഒരു പെർസെൻറ്റേജോളം ആൺകുട്ടികൾ പുരുഷന്മാരും ഉണ്ട്. അത് നമ്മുടെ ചേട്ടന്മാരാകാം, അച്ഛൻ്റെ പ്രായമുള്ളവരാകാം, നമ്മുടെ അനിയന്മാരാകാം. ഇവരോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെന്നേ ഉള്ളൂ. കാരണം ഇവർക്കടുത്തും ഒരു സ്ത്രീകളും പെൺകുട്ടികളും അല്ലെങ്കിൽ ഇവർ വളർന്നു വരുമ്പോഴും കാണുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. ഇങ്ങനെ അഖിൽമാരാരെ പോലൊരു ഇൻഫ്ലുവൻസർ വന്നിട്ട് അയാൾ പറയുന്ന കുറേ കാര്യങ്ങളിൽ നല്ലതും ഉണ്ടാകും ചീത്തയും ഉണ്ടാകും. പക്ഷേ ഇങ്ങനെ ഒരു വ്യക്തി വന്ന് ഇത്രയും ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് അതിനെ ഇത്രയും പറയുമ്പോൾ അതിലെ തെറ്റ് ആസ് എ മദർ എന്ന് വെച്ചാൽ ഞാൻ പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇത് നമ്മളുടെ ചാനലിലെ കഥകളുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. എന്തായാലും അഭിപ്രായങ്ങൾ നിങ്ങളെ രേഖപ്പെടുത്തുമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ശരി.